കോളേജിൽ 3 ദിവസം ജിഞ്ചിനാക്കടി പരിപാടിയാണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ ദിവസത്തിൽ കയറിയാലോ ഉള്ളി കടക്കണമെങ്കിൽ ഓരോ ബോധിപ്പിക്കണം ഞാനാണെന്ന് ഓളാണെന്നുള്ളത്. നിർമ്മല കോളേജിന്റെ വരാന്തിലൂടെ മാത്രം ഒഴുകണ പ്രത്യേക അതിര കാറ്റുള്ള കൈസ് നട്ടുച്ച കാറ്റാണ്. അതൊക്കെ കൊണ്ട് നമ്മളിങ്ങനെ നടന്നു പോകണം. ഓളെ കാണാൻ ആ പശുക്കുട്ടിയുടെ പോലെ. പിന്നെ മിസ്സിനെ എന്നെ കണ്ടാൽ കുറച്ച് പണി തരായിരുന്ന ഒരു സമാധാനം ഉണ്ടാവില്ല. എന്റെ ടവല് കണക്ട് ചെയ്യാൻ പോയി നോക്കുമ്പോൾ അതായത് സ്റ്റേജിൽ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. അവിടെ നിന്ന് ഡാൻസ് കണ്ട് കാല് കടയണ്ടല്ലോ വെച്ച് ഞങ്ങൾ അതിന് മുന്നിൽ വന്നിരുന്നു. അവിടെ 2 കസാര ഒഴിവുണ്ടായിരുന്നു. പക്ഷെ അവിടെ വന്നിരുന്നപ്പോഴെല്ലാം മനസ്സിലായി അതിന് മൂട്ടിൽ വന്നിരുന്ന സ്റ്റേജ് മൊക്കൊന്നും കാണൂല എന്നുള്ളത്. അപ്പം പിന്നെ ആരും അറിയാതെ മെല്ലെ കിടന്ന് നീച്ചു പോയി. ക്ലാസ് ചെയ്യാൻ വേണ്ടി പേരെടുത്ത ബാലെടുപ്പ് അവിടെ എന്തൊക്കെയാ നിന്ന് കാട്ടിക്കൂട്ടുണ്ട്. ഓളെ കാട്ടിലാണ്ട് ഒരു മിസ് വരെ ഇരുന്ന് ചിരിക്കണ്ടായിരുന്നു. സാറിന് എന്ത് തിരക്കിട്ടേലും പക്ഷെ ഇങ്ങനത്തെ പെൺകുട്ടികളുടെ പരിപാടിക്കൊക്കെ നേരത്തെ കസാറ്റ് വന്നിരിക്കും. ഡാൻസ് ഒക്കെ കണ്ട് ബോറടിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഇങ്ങനെ തേരാപ്പാര നടന്നപ്പോഴാണ് ക്യാൻറ്റീനിൽ എന്തോ പരിപാടി നടക്കണ്ടായിരുന്നത്. അപ്പൊ അങ്ങോട്ട് പോയി വെക്കാം. നിങ്ങളൊക്കെ ഈ കോളേജിലുള്ള ആൾക്കാരാണല്ലേ? ഓ അങ്ങനെ ക്യാൻറ്റീനിലെത്തിയപ്പോ ഞാൻ വിചാരിച്ചു ഇത് വലിയ സുഖമൊന്നും ഉണ്ടാവില്ല. കുറച്ച് കരച്ചിൽ പാട്ട് കേട്ടെങ്കിലും പിന്നെ അങ്ങോട്ട് പടച്ച്. പിന്നെ എങ്ങനത്തെ എന്തെങ്കിലും പാട്ട് കേട്ടാൽ ആടല് നിർബന്ധമാണല്ലോ. രാത്രി അല്ലാത്തതുകൊണ്ട് പിന്നെ ഫ്ലാഷ് ലൈറ്റ് ഒന്നും ഓണാക്കാഞ്ഞത്. മുൻപേവാന്റെ എഫക്റ്റിൽ കാര്യമായിട്ട് ആരൊക്കെ ഇരുന്ന് ആലോചിക്കോട്ടോളൂ. പിന്നെ എനിക്കങ്ങോട്ട് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് സ്പെഷ്യൽ ഒരു പാട്ടൊക്കെ പാടി. ഏതാന്നല്ലേ നിങ്ങളത് വേറെ ഫാത്തിമക്കനെ ഡെഡിക്കേറ്റ് ചെയ്തോളേ. അതിന് പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ആടി മടുത്തപ്പോ പിന്നെ ഞങ്ങൾ കുറച്ച് തുള്ളാ വിചാരിച്ചു. പാടിയത് മൊത്തം മൂപ്പരാണെങ്കിൽ എനർജി പോയത് മൊത്തം ഞങ്ങളെ തരും. കൊമ്പും ചില്ലൊക്കെ വെച്ചിട്ട് അരക്കാൻ നിൽക്കുന്നുണ്ട് അവിടെ. പിള്ളേരുടെ ഇപ്പത്തെ ഓരോ ഫാഷനേ. അല്ലടി ക്ലാസ്സിൽ വരാൻ മറക്കെങ്കിലും പരിപാടിക്ക് വരാൻ മറക്കൂല. അത് ഈ റോബോട്ടിനെ കണ്ടപ്പോ എന്തോ വശിപ്പിച്ചൊക്കെ തോന്നിയില്ല. പിന്നെ കുഴപ്പമില്ല, കൈയൊക്കെ തന്ന്. കോളേജിൽ പുറത്തുനിന്ന് എന്തിനാ ബോൺസേഴ്സിന് ഇറക്കിയാണ് അവൻ. നമ്മളെടുത്തുണ്ട് അതുപോലത്തെ ഒരു ഐറ്റം. ഇനി കുറച്ച് നേരം അരക്കി അവിടെ നിന്ന് പാടുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് നേരം പാട്ടായിട്ട് ഇരിക്കാൻ വെച്ചിട്ട് അങ്ങോട്ട് പോയത്. സമാധാനമായിട്ട് ഒരു പാട്ട് കേട്ട് കരയാനുള്ള സ്വാതന്ത്ര്യം കൂടി എനിക്ക് എന്റെ ഫ്രണ്ട്സ് തരുന്നില്ല. അപ്പൊ എന്റെ കോളേജിൽ 2 ദിവസം കൂടി പരിപാടി ഉണ്ട്. അപ്പൊ നിങ്ങൾ അതിന്റെ ഒരു പട്ടിഷോ ഒക്കെ കാണേണ്ടി. ബാക്കി പട്ടിഷോ ഞാൻ അടുത്ത വ്ളോഗ് ആയിട്ടുണ്ട് ഗൈസ്. അതുവരേക്കും ബൈ.